ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ രാജസ്ഥാൻ്റെ ലാസ്റ്റ് സ്പോട്ടായ ജയ്പൂർ എത്തിയിരിക്കുന്നു. രാവിലെ ഒരു 10:30 അവിടെ എത്താൻ. അവിടെ നമ്മൾ ഹോട്ടൽ കല്യാൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്. എന്നിട്ട് അവിടുന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഹവാമഹലാണ്. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. ഇനി നേരെ ലഞ്ചിലേക്ക് തന്നെ കിടക്കാൻ വിചാരിച്ചു. നമ്മൾ ഹവാമഹൽ എത്തിയപ്പോൾ അതിൻ്റെ അടുത്തൊന്നും ഒരു റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നടന്ന് അങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത്. അത് നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഷോപ്പിൻ്റെ പേരൊക്കെ ബോർഡിലല്ല ഉള്ളത്, എല്ലാം പെയിൻറ് ചെയ്തിട്ടുള്ളത്. അതും ഹിന്ദിയിലാണ് എല്ലാം ഉള്ളത്. അവസാനം നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അതിൻ്റെ പേരായിരുന്നു MM ഖാൻ ഹോട്ടൽ. ഒരു പഴയ ഹോട്ടലൊക്കെയാണ്. അത്ര വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് മട്ടനാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഹവാമഹലിലേക്ക് പോയി. ഹവാമഹലിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ബാപ്പു ബസാറിൽ കുറച്ച് ഷോപ്പിങ്ങിന് പോയി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ടയേർഡായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് പാനിപ്പൂരിയും കൂടി കഴിക്കാൻ പോയി. നമ്മളൊരാഗ്രഹമായിരുന്നു അവിടെ പോയിട്ട് എന്തായാലും പാനിപ്പൂരി കഴിക്കണമെന്ന്.
അത് കഴിഞ്ഞ് ഇന്നത്തെ ഡേ അത്രയായിരുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അധികം ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ജയ്സൽമേറിൽ നിന്ന് വന്നിട്ട് കുറച്ച് ടയേർഡ് തന്നെയായിരുന്നു. ഈ ജയ്പൂർ വീഡിയോയിൽ ജയ്പൂരിലെ കുറേ സ്ഥലങ്ങളൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളധികം സ്ഥലമൊന്നും പോയിട്ടുമില്ല. പിന്നെ കുറേ ദിവസമായല്ലോ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അധികം സ്ഥലമൊന്നും കാണാണ്ട് കുറേ നേരം ഉറങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ രാവിലെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഉച്ചക്കാണ് എല്ലാ 2 ദിവസവും പുറത്തേക്ക് ഇറങ്ങിയത്. നെക്സ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് തന്നെ പോയി അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലസ്സി കുടിക്കാനാണ്. ലസ്സി വാലയിലെ ലസ്സി. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കുടിച്ചതിൽ ഏറ്റവും നല്ല ലസ്സി ഇവിടുത്തെയായിരുന്നു കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് ലസ്സി അത്ര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്, പക്ഷെ ഇവിടുന്ന് ഞാൻ ഫുള്ളായിട്ട് കുടിച്ചു. അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലസ്സിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ സിറ്റി പാലസിലേക്കാണ് പോയത്. പക്ഷെ അവിടെ നമ്മൾ കയറിയില്ല, കാരണം അവിടെ പെർ ഹെഡിന് 300 ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബഡ്ജറ്റൊക്കെ ഏകദേശം തീരാനായത് കൊണ്ട് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലം സിറ്റി പാലസിൻ്റെ തൊട്ടപ്പുറത്തുള്ള ജന്തർ മന്ദറായിരുന്നു. അവിടുന്ന് പെർ ഹെഡ് 50 മാത്രമായിരുന്നു ചാർജിൽ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറി. ജന്തർ മന്ദർ നമുക്ക് കുറേ ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കാണാം. ഈ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് സൺഡയൽ ഇവിടെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് കാണാൻ നല്ല രസമായിരിക്കും. 여기도 예식이 있대. 예식. ജന്തർ മന്ദറിന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാൻ പോയി. ഇവിടെയും ഇത് കണ്ടുപിടിക്കാൻ കുറേ പാടുപെട്ടു കേട്ടോ. കാരണം ഇവിടെ പെട്ടെന്നൊന്നും ഒരു റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും ലസ്സി കുടിക്കാൻ പോയി. കാരണം അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അത് എല്ലാവർക്കും. അവിടെ എത്തിയപ്പം ഒറിജിനൽ ലസ്സി വാല പൂട്ടിപ്പോയതുകൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്തുള്ള വേറൊരു ലസ്സിക്കടയിൽ പോയിട്ടാണ് ലസ്സി കുടിച്ചത് കേട്ടോ. ലസ്സിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സമയം ഒരു 5:30 അപ്പോൾ ഇനി നമ്മൾ എവിടെയും പോകുന്നില്ല. നമ്മളെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് രാത്രി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഡിന്നറിന് അവിടുത്തെ ഓത്തന്റിക് ഫുഡായ ദാൽപാട്ടി ചൂർമയായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ചൂർമ സ്വീറ്റ് ആണ് കേട്ടോ. അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ചൂർമ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കുറേ കളേഴ്സ് കാണുന്നില്ലേ? ഗ്രീന്, പിങ്ക്, ബ്രൗണ്. ഈ പിങ്ക് ഒക്കെ റോസിന്റെ ചൂർമയാന്നാ പറഞ്ഞേ. പിന്നെ ബാക്കിയൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കുറേ ടൈപ്പ് ഓഫ് ചൂർമ ഉണ്ടായിരുന്നു. ആ ബാട്ടി നമുക്ക് 1-2 മാക്സിമം കഴിക്കാൻ പറ്റുന്നു. അത്യാവശ്യം നല്ല ഹെവിയാണ്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ റായ്ത്ത ഉണ്ടായിരുന്നു ലാസ്റ്റ്. ഈ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നേരെ ഡൽഹിയിലേക്കാണ് വിട്ടത്. അപ്പോൾ ജയ്പൂർ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.